ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സന്ധ്യ ചിന്തകൾ എന്ന നമ്മുടെ ഈ പഠന പരമ്പരയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 2, 2026. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ ജാതികൾ പുതുക്കം പ്രാപിക്കട്ടെ എന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നു. സങ്കീർത്തനം 104:30 ദാവീദ് രാജാവ് പറയുകയാണ്, അവൻ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. വാസ്തവത്തിൽ ഈ സൃഷ്ടിയിലുള്ള സകല സംഗതികളും പുതുക്കം പ്രാപിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പ്രകൃതി തന്നെ ഓരോ ദിവസവും പുതിയ പുതിയ നിലയിലേക്ക് പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. വൃക്ഷലതാദികൾ സ്വയമേവ അങ്ങനെ തന്നെ പ്രകൃതി തുടരുകയല്ല. ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴയും ഭൂമിയിൽ നിന്ന് അതിൻ്റെ വേരുകൾ വലിച്ചെടുക്കുന്ന ധാതുക്കളും ലവണങ്ങളും ഉപയോഗിച്ച് അതിൻ്റെ ഇലകൾ തളിർത്തും പുഷ്പിച്ചും ഫലം കായ്ച്ചും ഓരോ സീസണിലും അത് പുതുക്കം പ്രാപിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പുതുക്കം പ്രാപിക്കുന്ന അനുഭവത്തിലൂടെ മുമ്പോട്ട് പോകുന്ന ജീവിതമാണ്. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:30 ഇപ്രകാരം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ച് പറന്ന് ഉയരും. നമ്മുടെ ഈ ഭൗമ ശരീരം, ഭക്ഷണം, വെള്ളം, അത്യാവശ്യമായിരിക്കുന്ന ഘടകങ്ങൾ എന്നിവ സ്വീകരിച്ച് അത് ഓരോ ദിവസവും ഓരോ നിമിഷവും പുതുക്കം പ്രാപിക്കുന്ന പോലെ നമ്മുടെ അകമേയുള്ള മനുഷ്യന് നിരന്തരമായി ദൈവസ്ഥനിൽ പുതുക്കം പ്രാപിക്കുന്ന അനുഭവത്തിലൂടെ മുന്നേറുന്നു. എങ്ങനെയാണ് സാധിക്കുന്നത്? ഭൗതിക ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും പുതുക്കത്തിനും ഭക്ഷണപാനീയങ്ങൾ അനിവാര്യമായിരിക്കുന്ന പോലെ നമ്മുടെ അകമേയുള്ള മനുഷ്യൻ്റെ ആത്മീകമായിരിക്കുന്ന അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും അതിൻ്റെ പുതുക്കത്തിനും ദൈവത്തിൻ്റെ വചനത്തിന്മേൽ ഉള്ള നമ്മുടെ പോഷണം നിരന്തരമായി അത്യാവശ്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീക പരിപോഷണത്തെ നിരാകരിക്കുന്ന യാതൊരു വ്യക്തിക്കും ആത്മീകമായി പുതുക്കം പ്രാപിക്കുന്ന അനുഭവത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. നിരന്തരമായിരിക്കുന്ന വചന പഠനം, വചനത്താലുള്ള പരിപോഷണം, പ്രാർത്ഥനാ ജീവിതം, വിശ്വാസത്തിൻ്റെ സ്ഥിരത, ദൈവസേനയിലുള്ള നിരന്തരമായ പ്രതിഷ്ഠ എന്നിവ കൊണ്ടത്രേ നമ്മുടെ വിശ്വാസ ജീവിതത്തെ നാം പുതുക്കുകയും ആ നിലയിൽ ദൈവസേനയിൽ പുഷ്ടി പ്രാപിച്ചവരായി നാം നിലനിൽക്കുകയും ചെയ്യുന്നത്. യാതൊരു ക്രിസ്തീയ ഭക്തനും ദൈവസേനയിൽ പുതുക്കത്തിൻ്റെ അനുഭവം കൂടാതെ ശരിയായ നിലയിൽ ഭക്തന്മാരായി ജീവിക്കുവാൻ സാധിക്കത്തില്ല. യെശയ്യാ 40:30, 31 വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നു. എങ്ങനെ? എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്ന് ഉയരും. ജനുവരി 2 ഈ രാത്രി നമ്മുടെ നിദ്രയിലേക്ക് നാം പ്രവേശിക്കും മുമ്പ് ഈ ഷോർട്ട് വീഡിയോ നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരു പുതുക്ക അനുഭവത്തെ പ്രദാനം ചെയ്യുന്നെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കും, നാം കർത്താവിൽ സന്തോഷിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.